Good afternoon, all of you. ഇപ്പം നമ്മൾ ഇന്ന് OMR-ന്റെ 52ാമത്തെ ദിവസമാണ്. ഇപ്പം OMR ഉള്ളവർ OMR എഴുതുക, അല്ലെങ്കിൽ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എഴുതുക. 1 മുതൽ 3 വരെയുള്ളത് എഴുതിയിട്ട് പറയും. എഴുതിയോ? ഈ 7 വരെ എഴുതിക്കോ. വരെ എഴുതി. ഈ മിനിമോൾ നേരത്തെ ഉള്ള കുട്ടിയാണോ? പുതിയ കുട്ടിയാണോ? ഓക്കെ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് എനിക്കൊരു പരിചയം ഭാവം തോന്നുന്നു. ക്ലിയർ? ആരാണ് ഒന്നാമത്തത്? സി, ഗൗരി പാർവതി ഭായ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 2. ആൻസർ ഈസ് ഓപ്ഷൻ ബി 1 3. വില്ലുവണ്ടി സമരം നടത്തി. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി? 3. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. 4 എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? 4 ഓപ്ഷൻ സി 1 4. സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി? തെറ്റായ പ്രസ്താവനകൾ. അഗ്നിച്ചിറകുകൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അന്തരിച്ച ഡേറ്റ് കൂടെ ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇത് രണ്ടും ശരിയായിട്ടുള്ളത്. 58 ഫെബ്രുവരി 22 അന്തരിച്ചു. ബോസ്റ്റൺ ടീ പാർട്ടി? 5. ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 6. ഓപ്ഷൻ അത് വ്യത്യാസം വന്നതാണ് കേട്ടോ, അത് എഴുതണ്ട. ഇതിനകത്ത് പ്രായം കുറഞ്ഞത് ഏതെഴുതി നിങ്ങൾ? ഹിമാലയ എഴുതിയോ? ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സോ ഇനി 11 ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തിനാണോ 11 ക്യാൻസൽ? പതിനൊന്ന് ക്യാൻസല്, 40 ക്യാൻസല്. അത്രേ ഉള്ളൂ ക്യാൻസൽ. എഴുതിയോ? 8 സി സിറസ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത്? നീലഗിരി. സർവേ ഓഫ് ഇന്ത്യ? 10 ബി ഡെറാഡൂൺ. ഇന്നലത്തെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ? 12 ഓപ്ഷൻ എ രാജസ്ഥാൻ.
ചുരു ചുരു. ഓക്കെ, 13 ആൻസർ ഈസ് ഓപ്ഷൻ എ, ബ്രെഡ് ബാസ്ക്കറ്റ് പഞ്ചാബ്. ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് RBI. റാബി വിള 15, ഡി ബാർലി. ധാതു സംസ്ഥാനം 16 ജാർഖണ്ഡ്. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നത് നീതി ആയോഗ്. പതിനെട്ട് സ്കിപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇപ്പോഴും അത് തന്നെയാണ് ആൻസർ, കുഴപ്പമില്ല. എഴുതിക്കോ എഴുതിക്കോ. പാൽ ഉൽപാദനം 1-ാം സ്ഥാനം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്നത് 30. മാഗ്ന കാർട്ട മൗലിക അവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം 21. ആൻസർ ഈസ് ഓപ്ഷൻ ബി, നഗരസഭാ ഗ്രാമ പഞ്ചായത്ത്. മത്സരിക്കാൻ എത്ര വയസ്സ്? സി 21. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ 23. ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശ്യാം സരൺ നേഗി. 24. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇന്ത്യയിലെ ആദ്യ വോട്ടർ. സ്വത്തവകാശം ഒഴിവാക്കിയത് ഓപ്ഷൻ എ 44, 25. യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം കൃഷി 26C. തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ 27, ഓപ്ഷൻ എ, പരിസ്ഥിതി വകുപ്പ് മന്ത്രി. തേർട്ടി 31 ഒന്ന് കളഞ്ഞു തരും കേട്ടോ. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ 28. ആൻസർ ഈസ് ഓപ്ഷൻ സി, ജില്ലാ കളക്ടർ. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ള ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി 29. ആൻസർ ഈസ് ഓപ്ഷൻ എ, ആർദ്രം മിഷൻ.
ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 30D 1098. ഇത് വേണ്ട. സാക്കസ് എൻഡറിക്സ് 32. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ചെറുകുടലിലെ ദഹനരസം. Answer is option B. ECGയിൽ QRS തരംഗം ഏതിനെ സൂചിപ്പിക്കുന്നു? 34. ആൻസർ ഈസ് ഓപ്ഷൻ എ, വെൻട്രിക്കുലാറിന്റെ സങ്കോചം. മലേറിയ രോഗാണു ഏത് ഘട്ടത്തിലാണ് രോഗം ഉണ്ടാക്കുന്നത്? 35. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, സ്പോറോസോയിറ്റ്. ജനനി സുരക്ഷാ യോജന ഉദ്ദേശം 36C ആണ്, മാതൃമരണ നിരക്ക് കുറയ്ക്കൽ. 37 ഉണ്ടോ? ഇല്ലല്ലോ, 36 വരെയല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുജന ആരോഗ്യ ഉപദേഷ്ടാവ് 37. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 38. ആൻസർ ഈസ് ഓപ്ഷൻ എ, 11.2 km/s. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം 39. ആൻസർ ഈസ് ഓപ്ഷൻ ബി, പാസ്കൽസ് ലോ ആണ്. ഇനി 45 വരെയുള്ളത് എഴുതും. 41 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തോളൂ, ആൻസർ ഞാനങ്ങ് പറഞ്ഞേക്കാം. 41 ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, അത് വേണ്ട. 23, 24, 25 പഠിച്ചാൽ മതി. എഴുതി. 42 ഭൗതിക മാറ്റം ഏതാണ്? സി, ഐസ് ഉരുകുന്നത്. 916 സ്വർണ്ണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നുണ്ട്? 43. ആൻസർ ഈസ് ഓപ്ഷൻ എ, ലായനിയാണ്. സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിന്റെ pH ആകാൻ സാധ്യതയുള്ളത്? 44. ആൻസർ ഈസ് ഓപ്ഷൻ എ, 5 മുതൽ 5.5 വരെ. CMET, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്. 45. ഓപ്ഷൻ ബി, ഗ്രാഫീൻ.
49. 15 കൂടെ എഴുതിക്കോ അറിയാമെങ്കിൽ ഇടല്ലേ വേല. 50 ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, മീശ. 49 ആൻസർ ഈസ് ഓപ്ഷൻ ഡി, MN വിജയനാണ്. ബാറ്റൺ കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി, ബാറ്റൺ. സാംസ്കാരിക ഗാനം 47, ഡി, ബോധേശ്വരൻ. ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ ആനന്ദ്, പി സച്ചിദാനന്ദൻ. അപ്പൊ നിങ്ങൾ മാർക്ക് മൈനസ് കൂടെ ചേർത്തിട്ട് പറഞ്ഞോളൂ, അല്ല കൂട്ടി വെക്കും. അപ്പൊ നമുക്ക് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിന് 6 months എക്സാം വരുത്തേക്കായിരിക്കും അതിന്റെ വാലിഡിറ്റി വരുന്നത്. ടീച്ച്മെന്റ് ആപ്പിലായിരിക്കും ലൈവ് വരുന്നത്. ലൈവ് 10:30 അതുപോലെ തന്നെ 12 PM ആൻഡ് 7 PM ആയിട്ടാണ് വരുന്നത്. 999 ആണ് എമൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളവും എല്ലാം ചേർന്നിട്ടായിരിക്കും. ഫോക്കസ് ഏരിയ ഓറിയന്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ടും അവിടെ ക്ലാസ്സസ് എടുക്കുന്നത്. നെക്സ്റ്റ് 10th മെയിൻസ് 8 months ക്രാഷ് കോഴ്സ് മാത്രമായിട്ട് വേണ്ടവർക്ക് 750 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വരെ OMR ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് എല്ലാ ദിവസവും റിവിഷനും ഉണ്ടായിരിക്കും. ഓക്കെ, 10th ഡിഗ്രിയുടെ പ്രിലിംസിന്റെ കോംബോ ഓഫർ ഉണ്ട്. 1299 ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തായിരിക്കും കുറച്ചുകൂടെ ലാഭകരം, രണ്ടും കൂടെ പഠിക്കാനുള്ളവർക്ക്. ഓക്കെ, 34, 35, 33, 35, 41, 31, 26, 39, 40, എത്ര മാർക്കുണ്ട്? 34. ഓക്കെ, മിനുമോൾക്ക് എത്ര ഉണ്ട്? എഴുതിയായിരുന്നു. സാരമില്ല, നിങ്ങൾ ഇതുവരെയുള്ള 52 PDF നമ്മുടെ ടെലഗ്രാമിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ ഒരു സൈഡിൽ നന്നായിട്ട് റിവൈസ് ചെയ്യണം. ഇത് തന്നെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ പരീക്ഷയ്ക്കും 30 മുതൽ 35 മാർക്സ് വരെ കിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട്. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ബാക്കിയും കൂടെ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിതെല്ലാം കേരള PSC ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ തന്നെ ആകുമ്പോൾ ഒരു 10,000-3000 ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത്രയും ചോദ്യങ്ങൾ ഏറ്റവും റെപ്പറ്റീഷൻ വരുന്നതെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ശരി, ബൈ, താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.